പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററായ സെക്കൻഡ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആ ഭാഗത്ത് നിന്നുണ്ട്. അഥവാ കൈ നിയമങ്ങൾ എന്ന് പറയും. വലത് കൈ പെരുവിരൽ നിയമമുണ്ട്, ഇടത് കൈ നിയമമുണ്ട്, ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമമുണ്ട്. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഫ്ലെമിങ്ങിന്റെ വലത് കൈ നിയമവും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ക്ലാസ്സിൽ ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമവും വലത് കൈ നിയമവും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇടത് കൈ നിയമം ഉപയോഗിക്കണോ അതല്ല ഇനി വലത് കൈ നിയമം ഉപയോഗിക്കണോ എന്നുള്ളത് വളരെ എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് സംബന്ധിച്ചൊരു ചെറിയൊരു വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നിയമങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് വലത് കൈ പെരുവിരൽ നിയമം എന്ന് പറയും, അഥവാ മാക്സ്വെല്ലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആദ്യം എന്താണ് ആ നിയമം എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മാർക്കർ ഒന്ന് ശ്രദ്ധിക്കുക. ഈ മാർക്കറിനെ നിങ്ങൾ കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടർ ആയിട്ട്, ഒരു ചാലകമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഈ ചാലകത്തിലൂടെ കറണ്ട് കടന്നു പോകുന്ന മുകളിലേക്കായിരിക്കില്ലേ, അല്ലെങ്കിൽ താഴേക്കായിരിക്കാം. ഞാൻ പറയുന്നത് നിങ്ങളോട് കറണ്ട് മുകളിലേക്ക് കടന്നു പോകുക എന്ന് പറയുന്ന സമയത്ത് ഇനി താഴേക്ക് പോയാലൊക്കെ ഇതിന് ചുറ്റും ആരുണ്ടാവും? കാന്തിക മണ്ഡലങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകും. ഇനി ഞാൻ നിങ്ങളോട് കറണ്ട് മുകളിലേക്ക് കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ആകൃതി ഞാനിതാ ഈ കാണിക്കുന്ന രൂപത്തിലായിരിക്കോ, അതല്ല ഇനി നേരെ റിവേഴ്സ് ആയിട്ടുള്ള ഡയറക്ഷൻ ആയിരിക്കോ എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഒരു ചാലകത്തിലൂടെ കറണ്ട് കടന്നു പോകുന്ന ദിശ തന്നിട്ട് കാന്തിക മണ്ഡലത്തിന്റെ ദിശ ചോദിക്കാം. കറന്റിന്റെ ഡയറക്ഷൻ തന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് എന്ന രൂപത്തിൽ ഇവിടുന്ന് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അതല്ല ഇനി ചിലപ്പോൾ നമ്മളോട് നേരെ തിരിച്ചു ചോദിക്കാം, കാന്തിക മണ്ഡലത്തിന്റെ ദിശ തന്നിട്ട് കറന്റിന്റെ ദിശ കണ്ടെത്താനും ചോദിക്കാറുണ്ട്. അപ്പൊ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന മാർക്കുകൾ ഒരിക്കലും നമുക്ക് നഷ്ടമാവുകയില്ല. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടിരിക്കാം. ഞാനിവിടെ ചിത്രത്തിൽ AB എന്ന് പറയുന്ന ഒരു ചാലകം വരച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ചിത്രം മാത്രമേ വരച്ചിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ചുവടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ AB എന്ന ചാലകത്തിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് കാന്തിക മണ്ഡലത്തിന്റെ ദിശ വരച്ചിരിക്കുന്നു എങ്കിൽ കറണ്ട് കടന്നു പോകുന്ന ദിശ കണ്ടെത്തുക എന്നാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് അവർ ബ്രാക്കറ്റിൽ ചിലപ്പോൾ തന്നിട്ടുണ്ടാകാം A to B ഓർ B to A എന്ന രൂപത്തിലൊക്കെ ബ്രാക്കറ്റിൽ ആൻസർ ആയിട്ട് തന്നിട്ടുണ്ടാകാം. ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ ശ്രദ്ധിക്കണം. ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് ഇൻ ദ ഗിവൺ സർക്യൂട്ട് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാകുക. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട റൂൾ ഏതാണ് എന്ന് ഫസ്റ്റ് മനസ്സിലാക്കണം. നമുക്കറിയാം ആകെ 2 കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ കറന്റ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്, അല്ലെങ്കിൽ കാന്തിക മണ്ഡലം ഉണ്ട്. അപ്പൊ ഇങ്ങനെ 2 കാര്യങ്ങൾ മാത്രമാണ് എങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വലത് കൈ പെരുവിരൽ നിയമമാണ്, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയും. അപ്പൊ എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറന്റ് കടന്നു പോകുന്ന ചാലകത്തെ വലത് കൈയിൽ പിടിച്ചാൽ തള്ളവിരൽ കറന്റിന്റെ ദിശയിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന മടക്കി വെച്ച വിരലുകൾ സൂചിപ്പിക്കുന്നത് കാന്തിക മണ്ഡലത്തിന്റെ ദിശയായിരിക്കും. ഹോൾഡ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഇൻ റൈറ്റ് ഹാൻഡ്, then thumb represent the direction of electric current, other 4 fingers represent the direction of magnetic field lines. ഇത്രയേ ഉള്ളൂ ഈ നിയമം. ഇനി നിയമം വെച്ചിങ്ങാണ്ട് ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കി. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, കറന്റിന്റെ ഡയറക്ഷൻ കണ്ടെത്താൻ ചോദിച്ചു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ സൂചിപ്പിക്കുന്ന വിരലുകൾ ഈ 4 വിരലുകൾ ആയതുകൊണ്ട് ഈ 4 വിരൽ ഞാൻ എങ്ങനെ പിടിക്കണം? അങ്ങനെ നോക്കുക. ഇങ്ങനെ പിടിച്ചാൽ കറക്റ്റ് ആകുമോ? ഇല്ല, കാരണം ഇവിടുന്ന് ആരോമാർക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന രൂപത്തിലാണ്. അപ്പൊ ഞാൻ ഇതിനെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കണം, അല്ലെ? ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്റെ തമ്പ് എങ്ങോട്ടേക്കാ? B എന്ന പോയിന്റിലേക്കല്ലേ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും തമ്പ് ഏത് ദിശയിലേക്കാണോ, അല്ലെങ്കിൽ തള്ളവിരൽ ഏത് ദിശയിലേക്കാണോ ആ ദിശയിലേക്കാണ് കറന്റ് ഒഴുകുക. അപ്പൊ നമുക്ക് പറയാൻ പറ്റും കറന്റ് ഫ്ലോസ് ഫ്രം A to B എന്ന് പറയാൻ പറ്റും. കറന്റ് കടന്നു പോകുന്നത് എയിൽ നിന്ന് ബിയിലേക്കായിരിക്കും. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്തുന്നതിന്. ഇനി ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ AB മാർക്ക് ചെയ്തിട്ടുണ്ട്. AB എന്ന് പറയുന്ന കറന്റ് കടന്നു പോകുന്ന ഒരു ചാലകം. ആ ചാലകത്തിലൂടെ കറന്റ് മുകളിലേക്ക് കടന്നു പോകുന്ന സമയത്ത് കാന്തിക മണ്ഡലത്തിന്റെ ദിശ നമ്മളോട് വരക്കാനാണ് പറയുന്നത്. എന്നിട്ട് അവർ ബ്രാക്കറ്റിൽ തരാം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. മലയാളത്തിലാണെങ്കിൽ പ്രദക്ഷിണ ദിശ അല്ലെങ്കിൽ അപ്രദക്ഷിണ ദിശ എന്ന രൂപത്തിലായിരിക്കും ആൻസർ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, കറന്റ് കടന്നു പോകുന്നത് മുകളിലേക്ക്. അപ്പൊ ഒരിക്കലും ഞാൻ ഇതിനെങ്ങനെ താഴേക്ക് രൂപത്തിൽ, ഈ തമ്പ് താഴേക്ക് വരുന്ന രൂപത്തിൽ പിടിക്കരുത്. തമ്പ് മുകളിലേക്ക് വരുന്ന രൂപത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ, തള്ളവിരൽ മുകളിലേക്ക് വരുന്ന രൂപത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഈ വിരലുകൾ സൂചിപ്പിക്കുന്ന എങ്ങോട്ടേക്കാ? ഇങ്ങനെ ഉള്ളിലേക്ക്. ഈ രൂപത്തിലല്ലേ ഡയറക്ഷൻ? അതാ ഈ രൂപത്തിലാണ് ഡയറക്ഷൻ. ഒരു കാന്തിക മണ്ഡലം ഇങ്ങനെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഇത് ക്ലോക്ക് കറങ്ങുന്ന ദിശയാണോ? ക്ലോക്ക് കറങ്ങുന്ന ദിശയാണോ? അല്ല, അല്ലെ? ക്ലോക്ക് കറങ്ങുന്ന ദിശയല്ല എങ്കിൽ അവിടെ നമുക്ക് വിളിക്കാൻ പറ്റും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. മലയാളത്തിലാണെങ്കിൽ നമ്മൾ പറയും അപ്രദക്ഷിണ ദിശ എന്ന് പറയാൻ പറ്റും. എന്താ പറയാ? അപ്രദക്ഷിണ ദിശ.
ഇങ്ങനെയാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തത്. ഒന്നാമത്തെ ചിത്രത്തിൽ നമ്മൾ കറന്റിന്റെ ദിശ കണ്ടെത്തി, രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മൾ കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടെത്തി. രണ്ട് ഭാഗത്ത് നമ്മൾ യൂസ് ചെയ്ത നിയമം വലത് കൈ പെരുവിരൽ നിയമമായിരുന്നു. ഓക്കെ, രണ്ടും ക്ലിയർ ആണ് എന്ന് കരുതുന്നു. ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ കൂടി നമ്മൾ പരിചയപ്പെടലോടുകൂടി ഈ ഭാഗത്തുനിന്ന് പിന്നെ ഏത് രൂപത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ചാലകം തന്നിട്ടുണ്ട്, ABCD എന്ന് പറയുന്ന ഒരു ചാലകം, അഥവാ ABCD is a current carrying conductor. Find the magnetic field at the point of x and y. Find the direction of magnetic field at the point of x and y. ABCD എന്ന് പറയുന്നത് കറന്റ് കടന്നു പോകുന്ന ഒരു ചാലകമാണ്. ഈ ചാലകത്തിലൂടെ കറന്റ് കടന്നു പോകുന്ന സമയത്ത് x എന്ന ബിന്ദുവിലെയും അതുപോലെ തന്നെ y എന്ന ബിന്ദുവിലെയും കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടെത്തണം. അപ്പൊ കാന്തിക മണ്ഡലത്തിന്റെ ദിശ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കണ്ടക്ടറിലൂടെ കറന്റ് കടന്നു പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന കാന്തിക മണ്ഡലം സർക്കുലർ ഷേപ്പ് ആയിരിക്കും. അതൊരു സ്ട്രൈറ്റ് കണ്ടക്ടർ ആണ് എങ്കിൽ, നിവർന്ന ചാലകമാണ് എങ്കിൽ അതിന് ചുറ്റുണ്ടാകുന്ന കാന്തിക മണ്ഡലങ്ങൾ വൃത്താകൃതിയായിരിക്കും. ഒന്നുകൂടി മങ്ങി കൂട്ടിക്കൊണ്ട് അതിനെ നമ്മൾ കേന്ദ്രീകൃത വൃത്തങ്ങൾ എന്നൊക്കെ വിളിക്കും. ഓക്കെ, എനിവേ നമുക്ക് ആ വൃത്തങ്ങൾ ഈ രൂപത്തിൽ വരയ്ക്കാം. നമുക്ക് കണ്ടെത്തേണ്ടത് ആ ദിശയാണ്, ഏത് ദിശയിലേക്കാണ്. അപ്പോൾ ദിശ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കറന്റ് കടന്നു പോകുന്ന ദിശ നമുക്ക് വേണം അല്ലെ. എവിടെ നോക്കി നിങ്ങൾ, കറന്റ് കടന്നു പോകുന്ന ദിശ നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ഇവിടെ ബാറ്ററി തന്നതുകൊണ്ട് കറന്റ് കടന്നു പോകുന്ന ദിശ നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെ മനസ്സിലാക്കുക? കറന്റ് കടന്നു പോകുക എപ്പോഴും ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ. അപ്പൊ അടുത്ത ഡൗട്ട്, ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഇപ്പൊ എങ്ങനെ കണ്ടെത്തും അല്ലെ? നമുക്കറിയാം, വലിയ വര, ബാറ്ററിയുടെ വലിയ വര പോസിറ്റീവാണ്, ചെറിയ വര നെഗറ്റീവാണ്. അപ്പൊ മക്കളെ, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് കറന്റ് കടന്നു പോകുന്ന പറയുമ്പോൾ ഈ രൂപത്തിലായിരിക്കും കറന്റ് ഈ പോയിന്റിലൂടെ കറന്റ് കടന്നു പോകുന്നത്. അപ്പൊ എക്സ് എന്ന പോയിന്റിൽ കറന്റ് എങ്ങോട്ടേക്കാ? മുകളിലേക്കല്ലേ. കറന്റ് മുകളിലേക്കാണെങ്കിൽ കറന്റ് കടന്നു പോകുന്ന ഡയറക്ഷൻ നമ്മൾ തമ്പ് വെക്കണ്ടേ, തള്ളവിരൽ വെക്കണ്ടേ? അപ്പൊ ബാക്കി വിരലുകൾ എങ്ങോട്ടേക്കാ? ഈ രൂപത്തിൽ ഇങ്ങോട്ടേക്കല്ലേ കർവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും കാന്തിക മണ്ഡലത്തിന്റെ ദിശ എന്ന് പറയുന്നത് ക്ലോക്ക് കറങ്ങുന്നതിന് ഓപ്പോസിറ്റ് ആണ്, അഥവാ ആന്റി ക്ലോക്ക് വൈസ് ആണ് അല്ലെ. ആന്റി ക്ലോക്ക് വൈസ് ആണ്. എക്സ് എന്ന പോയിന്റിൽ ആന്റി ക്ലോക്ക് വൈസ്, അല്ലെങ്കിൽ നമ്മൾ മലയാളം മീഡിയക്കാരെ വിളിക്കും അപ്രദക്ഷിണ ദിശ എന്ന് പറയും. എവിടെ? എക്സ് എന്ന പോയിന്റിൽ. ഇനി നമുക്ക് y എന്ന പോയിന്റിലെയും കണ്ടെത്തണം. y എന്ന പോയിന്റിൽ കറന്റ് എങ്ങോട്ടേക്കാ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടുന്ന് മുകളിലേക്ക് പോകുന്ന കറന്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ താഴേക്കാണ്. അപ്പൊ താഴേക്ക് വരുന്ന കറന്റിനെ നമ്മൾ തമ്പ് താഴേക്കാക്കി പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി വിരലുകൾ ഇങ്ങനെയല്ലേ കർവ് ചെയ്യുന്ന മക്കളെ അല്ലെ, ഇങ്ങനെ. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കറന്റ് കടന്നു പോകുന്ന മുകളിലേക്ക് താഴേക്കാണെങ്കിലും ഇവിടെ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ദിശ എന്ന് പറയുന്നത് ക്ലോക്ക് കറങ്ങുന്ന ദിശയാണ്. അഥവാ y എന്ന പോയിന്റിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്രദക്ഷിണ ദിശ എന്നായിരിക്കും നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് കേട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ നമ്മളോട് ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ആ നിയമം സ്റ്റേറ്റ് ചെയ്യാനായിരിക്കും ചോദിക്കാം. അപ്പൊ നിയമം സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് വലത് കൈ പെരുവിരൽ നിയമം അഥവാ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എഴുതി വെക്കാം, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ അഥവാ വലംപിരി സ്ക്രൂ നിയമം എഴുതി വെക്കാം. 2 നിയമം എഴുതി വെച്ചാലും ഇവിടുന്ന് ചോദിക്കാം. ചിലപ്പം 1 മാർക്കിനായിരിക്കാം, അല്ലെങ്കിൽ 3 മാർക്കിന് ഡെഫിനിഷൻ ഉൾപ്പെടെ ചോദിച്ചു കഴിഞ്ഞാലൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഒരിക്കലും ഈ ഭാഗത്തുനിന്ന് മാർക്ക് നഷ്ടപ്പെടുത്തരുത്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് കേട്ടു വെക്കുക.